നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ടേസ്റ്റി ആയിട്ടുള്ള കൊഴുക്കട്ടയാണ്. ടേസ്റ്റി മാത്രമല്ല ഹെൽത്തിയും കൂടിയാണ്. സാധാരണ നമ്മളെപ്പോഴും കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് അരിപ്പൊടിയിലാണ്. ഇത് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ട റെഡിയാക്കി എടുക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഡൗട്ട് ചോദിക്കാം, കൊഴുക്കട്ടയ്ക്ക് പൊടി കുഴയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഇടിയപ്പത്തിന് പൊടി കുഴയ്ക്കുമ്പോൾ ചൂടുവെള്ളത്തിലാണോ കുഴയ്ക്കുന്നത് എന്നുള്ളത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, തിളച്ച വെള്ളമാണെങ്കിൽ തിളച്ച വെള്ളമാണ്, ചൂടുവെള്ളമാണെങ്കിൽ ചൂടുവെള്ളമാണെന്നുള്ളത്. ഈ ഗോതമ്പ് കൊഴുക്കട്ടയ്ക്ക് നമ്മൾ പൊടി കുഴയ്ക്കുമ്പോൾ തിളച്ച വെള്ളമല്ല, നന്നായിട്ട് ചൂടായ വെള്ളത്തിലാണ് പൊടി കുഴച്ചെടുക്കേണ്ടത്. അത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ സോഫ്റ്റ് ആയി കിട്ടും. അപ്പോൾ എന്തായാലും എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് ഗോതമ്പ് പൊടിയും തേങ്ങയും ശർക്കരയും. ഉടനെ തന്നെ കൊഴുക്കട്ട ഉണ്ടാക്കിക്കോളൂ. കഴിച്ചു കഴിഞ്ഞിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ താഴെ നിന്ന് കമന്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സോഫ്റ്റ് ഗോതമ്പ് കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കൊഴുക്കട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 1.25 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 110 ഗ്രാം ശർക്കര അര കപ്പ് വെള്ളത്തിൽ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരത്തിൻ്റെ അളവ് നിങ്ങൾക്ക് തീരുമാനിക്കാം, വ്യത്യാസം വരുത്തണോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഗോതമ്പ് പൊടി ഒന്ന് കുഴച്ചെടുക്കാം. ഗോതമ്പ് പൊടി ഞാൻ കുഴയ്ക്കുന്നത് ചൂടുവെള്ളത്തിലാണ്, ഉപ്പ് ചേർത്തിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഗോതമ്പ് പൊടി ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് കുഴച്ചെടുക്കാൻ എളുപ്പത്തിനായിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. ഈ ഉപ്പ് ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് കുറച്ചായിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ഒരുമിച്ച് തന്നെ മുഴുവൻ വെള്ളം ഒഴിക്കരുത്. ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചാലേ നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ സോഫ്റ്റ് ആയി വരാൻ ബുദ്ധിമുട്ടായിരിക്കും. കൊഴുക്കട്ടയുടെ പുറം ഹാർഡായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ചൂടുവെള്ളത്തിൽ തന്നെ കുഴയ്ക്കുക എന്ന് പറയുന്നത്. പിന്നെ ഗോതമ്പ് പൊടി വറുത്തിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ സാധാരണ അരിപ്പൊടിയിലാണ് കൊഴുക്കട്ട ചെയ്യുന്നതെങ്കിൽ അരിപ്പൊടി വറുത്തിട്ടാണല്ലോ എടുക്കുന്നത്. ഇത് ഞാൻ ഗോതമ്പ് പൊടി വറുത്തിട്ടൊന്നുമില്ല, സാധാരണ പോലെ തന്നെ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന ഗോതമ്പ് പൊടി. പിന്നെ നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ചെടുക്കുന്ന ഗോതമ്പ് പൊടി ആണെങ്കിൽ വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. കുറച്ചുകൂടി വെള്ളം ചേർക്കേണ്ടി വരും കേട്ടോ. ചെറിയ ചൂടുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുഴയ്ക്കുന്നത്. ചൂടൊന്ന് കുറഞ്ഞിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ പാകത്തിൽ ഒന്ന് നന്നായിട്ട് കുഴയ്ക്കുക. ഇപ്പോൾ ഇതാ ഞാൻ ചപ്പാത്തി മാവിൻ്റെ പാകത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഗോതമ്പ് പൊടി. അപ്പോൾ 1/2 കപ്പും 3 ടേബിൾ സ്പൂണും വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ കുഴച്ചെടുത്തിട്ടുള്ളത്. തിളച്ച വെള്ളമല്ല, നല്ല ചൂട് വെള്ളമായിരുന്നു. തിളയ്ക്കുന്നതിനോട് അടുത്ത് നിൽക്കുന്ന പാകത്തിലുള്ള വെള്ളം. അതെന്ന് വെച്ചാൽ നമുക്ക് കൈ കൊണ്ട് പെട്ടെന്ന് തന്നെ കുഴയ്ക്കാൻ പറ്റില്ല. ഒന്ന് പൊടി സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്തിട്ടേ കുഴയ്ക്കാൻ പറ്റില്ല, ആ ചൂടിലുള്ള വെള്ളം. ഇനിയിപ്പോൾ നമുക്ക് ഈ പൊടി ഒന്ന് അടച്ചു വയ്ക്കാം. പൊടി ഡ്രൈ ആയി പോവാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ അടച്ചു വയ്ക്കുന്നത്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഫില്ലിംഗ് റെഡിയാക്കാം. അപ്പോൾ നമ്മളിത് ഫില്ലിംഗ് റെഡിയാക്കാനായിട്ട് ശർക്കര മെൽറ്റ് ചെയ്ത് വെച്ചത് ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അരിച്ചിട്ട് ഒഴിക്കുക, ഇല്ലെങ്കിൽ കല്ലും മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി തേങ്ങ ചേർക്കാം. അപ്പോൾ ഞാൻ തേങ്ങയുടെ അളവ് കപ്പിൽ തന്നെ പറയാം. 1 കപ്പ്, 1/4 കപ്പ്, 1.25 കപ്പ് തന്നെയാണ് തേങ്ങയും എടുത്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ തേങ്ങ അളന്ന് വയ്ക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഇപ്പോൾ അളന്നെടുത്തത്. അപ്പോൾ തേങ്ങയും ശർക്കരയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ അരിയുടെ കൊഴുക്കട്ടയിൽ വയ്ക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഈ ഒരു മിക്സ് ഡ്രൈ ആയി കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ മിക്സിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം കേട്ടോ. അത് നമുക്ക് വേണമെങ്കിൽ ചേർക്കാം, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് നന്നായിട്ട് ഡ്രൈ ആയി വരില്ലേ, ഏലക്കപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് ഡ്രൈ ആയി വരുമ്പോൾ വെറുതെ സ്പൂണിൽ നമ്മൾ കോരി കഴിക്കില്ലേ, അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടമാണ്. ചെറുപ്പം മുതൽ അമ്മയാണെങ്കിലും അട ഉണ്ടാക്കാനും കൊഴുക്കട്ട ഉണ്ടാക്കാനൊക്കെ ശർക്കരയും തേങ്ങയും വിളയിച്ച് വയ്ക്കുമ്പോൾ ഞാനിങ്ങനെ എടുത്ത് സ്പൂണിൽ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് പലർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമായിരിക്കും തോന്നുന്നു. ഇന്നത്തെ കുട്ടികളൊന്നും അങ്ങനെ എടുത്ത് കഴിക്കാനൊന്നും വരില്ല കേട്ടോ. ഇവിടെ കിച്ചൂസൊക്കെ ആണെങ്കിലും നമ്മൾ ശർക്കരയും തേങ്ങയൊക്കെ വിളയിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും എടുത്ത് കഴിക്കാനൊന്നും വരില്ല. നമ്മുടെയൊക്കെ ചെറുപ്പത്തിലായിരുന്നു അങ്ങനെയൊക്കെ ഒരു ശീലമൊക്കെ ഉണ്ടായിരുന്നത്.
അപ്പോൾ ഇതിൽ ശർക്കരപ്പാനി 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ഒന്നും ആവണ്ട, ഒന്ന് നന്നായിട്ട് മെൽറ്റായി വരണം എന്നേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ബ്ലാക്ക് കളർ ശർക്കര, അതായത് നല്ല ഡാർക്ക് കളർ ശർക്കര എടുക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ പലഹാരങ്ങൾക്കും അതുപോലെ തന്നെ പായസങ്ങൾക്കും കാണാൻ ഭംഗി ഉണ്ടാവും കേട്ടോ. നമ്മൾ ശർക്കര ചേർത്തിട്ടുള്ള പായസം ഉണ്ടാക്കുമ്പോൾ വൈറ്റ് കളറിലെ ശർക്കരയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ആ പായസത്തിന് അത്ര ഭംഗി ഉണ്ടാവില്ല. എനിക്കെന്തോ അങ്ങനെയുള്ള പായസങ്ങൾ കഴിക്കാനൊന്നും തോന്നാറില്ല കേട്ടോ. ഈ വൈറ്റ് ശർക്കര ചേർത്തിട്ടുള്ള പായസങ്ങൾ കഴിക്കാൻ എനിക്ക് അത്രയ്ക്ക് അങ്ങ് താല്പര്യമല്ല. ആ പായസം കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനുള്ള ആ ഒരു ഇഷ്ടം അങ്ങോട്ട് പോകും. അപ്പോൾ ഡാർക്ക് കളർ ശർക്കര ചേർത്തിട്ടുള്ള പായസങ്ങളാണ് കഴിക്കാനും താല്പര്യം, കാണാനും ഭംഗി ഉണ്ടാവുക. പിന്നെ ഇതിലേക്ക് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ കാഷ്യൂനട്ട് ചേർക്കാം, റൈസിൻസ് ചേർക്കാം, അതൊക്കെ നമ്മുടെ ചോയ്സ് അനുസരിച്ച് വ്യത്യാസം വരുത്താം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാലിപ്പൂവൻ പഴം ഉണ്ടല്ലോ, ഞാലിപ്പൂവൻ പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ശർക്കര മിക്സ് ഒന്ന് ചൂട് മാറി വരുമ്പോൾ ഇതിലേക്ക് ചേർക്കുക. അതും കൂടി നമുക്ക് ഫില്ലിംഗ് ആയിട്ട് വയ്ക്കാം. ഞാൻ ഇടയ്ക്ക് ഞാലിപ്പൂവൻ പഴം വയ്ക്കാറുണ്ട്, ഇടയ്ക്ക് ഏത്തപ്പഴം വയ്ക്കാറുണ്ട്. നമ്മുടെ അടയിലാണെങ്കിലും ഏത്തപ്പഴവും ഞാലിപ്പൂവൻ പഴവും ഒക്കെ വെച്ചിട്ട് ഫില്ലിംഗ് വയ്ക്കാറുണ്ട്. അപ്പോൾ ആ പഴത്തിൻ്റെ പീസൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ അതും നമ്മുടെ കൊഴുക്കട്ടയുടെ ടേസ്റ്റ് കൂട്ടും. കൊഴുക്കട്ടയിലാണെങ്കിലും അടയിലാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. പഴം വിളയിക്കേണ്ട, പഴം ഈ ശർക്കര മിക്സിൻ്റെ ചൂട് മാറുമ്പോൾ ഇതിലേക്ക് മുറിച്ച് ചേർത്താൽ മതി. ചൂടോടുകൂടി തന്നെ ചേർക്കരുത്, ആ പഴം കുക്കായി പോയിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഇല്ല. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി കുറച്ചൊക്കെ വറ്റിയിട്ടുണ്ട്, നമുക്കിതിലേക്ക് ഏലക്കപ്പൊടി ചേർക്കാം. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഏലക്കയുടെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് 3/4 ടീസ്പൂൺ ചേർത്തത്. നിങ്ങൾക്ക് ഏലക്ക അത്ര താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്താലും മതി. പിന്നെ ചില ആളുകൾ ജീരകപ്പൊടി ചേർക്കും, ഞാൻ ജീരകപ്പൊടി ചേർക്കാറില്ല. എപ്പോഴും ഞാൻ പറയാറുണ്ട് ജീരകപ്പൊടി ചേർക്കാറില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഈ ശർക്കരപ്പാനി കംപ്ലീറ്റ് ആയിട്ട് വറ്റുന്നതിന് മുന്നേ തന്നെയായിട്ട് നമ്മൾ ഏലക്ക ചേർക്കണം കേട്ടോ. ഏലക്കയായാലും ജീരകമായാലും എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് വറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങയുടെ എല്ലാ ഭാഗത്തേക്കും ഏലക്ക കറക്റ്റായിട്ട് പിടിച്ചു വരില്ല. പിന്നെ ഈ ശർക്കര വിളയിച്ചത് കൂടുതലുണ്ടെന്ന് വെച്ചിട്ട് പേടിക്കാനൊന്നുമില്ല, നമുക്ക് എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഒരു ദിവസം പുറത്തിരുന്നാലും മോശമായി പോവില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം വറ്റിച്ചാണ് എടുക്കുന്നത്. അധിക ദിവസം ഒരാഴ്ചയൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലെടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുക. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതുപോലെ എടുത്ത് അടയോ കൊഴുക്കട്ടയോ എന്താ വെച്ചാൽ ഉണ്ടാക്കാം. അപ്പോൾ സമയമുള്ളപ്പോൾ ഇതുപോലെയുള്ള മിക്സുകളൊക്കെ റെഡിയാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഓഫീസിൽ നിന്നൊക്കെ വരുമ്പോൾ എളുപ്പത്തിൽ തന്നെ പലഹാരങ്ങൾ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും ഡ്രൈ ആക്കുന്നുള്ളൂ, ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനിയിപ്പോൾ ഈ മിക്സ് ഒന്ന് ചൂട് കുറഞ്ഞു വരട്ടെ. പക്ഷേ ഞാൻ കംപ്ലീറ്റ് അങ്ങ് ചൂട് മാറാൻ നിൽക്കുന്നില്ല. ഈ സമയത്ത് തന്നെ നമ്മുടെ മാവ് കുഴച്ച് വെച്ചിരിക്കുന്നത് പരത്തിയിട്ട് കൊഴുക്കട്ട ആക്കി തുടങ്ങാൻ പോവാണ്. അപ്പോഴത്തേക്ക് ഇതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞു വരും. ഇപ്പോൾ ഇതാ നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. ഞാൻ ഇനിയിപ്പോൾ പരത്താൻ പോവാണ്. അപ്പോൾ നമുക്ക് സാധാരണ നമ്മുടെ അരിയുടെ കൊഴുക്കട്ടയില്ലേ, അത് ഉണ്ടാക്കുന്ന പോലെ ഇതുപോലെ ഒരു ചെറിയ ബൗൾ എടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ച് പരത്തിയിട്ട് ഇങ്ങനെ പരത്തിയിട്ട് കൊഴുക്കട്ട ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ തിക്നെസ് വല്ലാതെ കൂടുതലായിരിക്കും ഇതുപോലെ നമ്മൾ പരത്തിയെടുക്കുകയാണെങ്കിൽ. ഇല്ലെങ്കിൽ നല്ല വലിയ കൊഴുക്കട്ടയായിട്ട് പരത്തുക, അപ്പോൾ തിക്നെസ് കുറഞ്ഞ് കിട്ടും. ഇതുപോലെ പരത്തിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ നടുഭാഗത്ത് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്ര ഫില്ലിംഗ് വേണോ അതനുസരിച്ച് ഫില്ലിംഗ് വയ്ക്കാം. പിന്നെ ഇത് നമ്മൾ സാധാരണ കൊഴുക്കട്ട ഉരുട്ടിയെടുക്കുന്ന പോലെ തന്നെ ഇതുപോലെ വച്ചിട്ട് ഇങ്ങനെ ആക്കിയെടുക്കുക. അപ്പോൾ ഇവിടെ എക്സ്ട്രാ വരുന്ന ഈ ഒരു മാവുണ്ടല്ലോ, ഇതൊന്ന് നമ്മളെടുത്ത് മാറ്റുക. ഇല്ലെങ്കിൽ ഇവിടെ കുറച്ച് തിക്നെസ് കൂടുതലായിരിക്കും. അപ്പോൾ ഇതൊന്നെടുത്ത് മാറ്റിയിട്ട് കറക്റ്റ് കൊഴുക്കട്ടയുടെ ഷേപ്പിലാക്കിയെടുക്കാം. കണ്ടോ, ഒരു കൊഴുക്കട്ട റെഡിയായി. നമ്മൾ ഈ എക്സ്ട്രാ എടുത്ത് മാറ്റിയതിൻ്റെ അവിടെ എവിടെയെങ്കിലും പൊട്ടിയുണ്ടെങ്കിൽ ഒന്ന് അടച്ചു കൊടുക്കുക ആ മാവ് ഉപയോഗിച്ചിട്ട് തന്നെ. ഇതിന് നമുക്കൊരു പ്ലേറ്റിലേക്ക് വയ്ക്കാം. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ പിടിച്ചിട്ട് പരത്താൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ
അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇതുപോലൊരു ചെറിയ ബോൾ എടുത്തിട്ട് നമ്മുടെ ചപ്പാത്തി കല്ലുണ്ടല്ലോ, ചപ്പാത്തി കല്ലിൽ പൊടിയൊന്നും ഇടാതെ, നമ്മൾ ചപ്പാത്തി പരത്തുമ്പോൾ പൊടി ഇട്ടിട്ടാണ് പരത്തുക. ഇതാവുമ്പോൾ പൊടിയൊന്നും ഇല്ലാതെ ചെറുതായിട്ടിങ്ങനെ പരത്തിയെടുക്കുക. ഇതുപോലെ പരത്തിയെടുക്കാം. ഇതുപോലെ പരത്തിയെടുത്തിട്ട് നമുക്ക് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ മോമോസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫ്ലീറ്റ്സ് എടുക്കില്ലേ, അതുപോലെ ഇതൊന്ന് ഫ്ലീറ്റ്സ് എടുത്ത് ഇങ്ങനെ മടക്കി മടക്കി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് കൊഴുക്കട്ട ഷേപ്പാക്കി എടുക്കാം. അതിനുശേഷവും നമ്മളിതുപോലെ പിടിച്ചിട്ട് ഈ എക്സ്ട്രാ വരുന്ന ഇതുണ്ടല്ലോ, ഈ തുമ്പ് വരുന്നത്, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. പൊട്ടൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് മാവ് വെച്ചിട്ട് ഫില്ല് ചെയ്യാം. അപ്പോൾ ഈ മാവ് വളരെ സോഫ്റ്റാണ് കേട്ടോ, നമ്മൾ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്തതുകൊണ്ട് വളരെ സോഫ്റ്റാണ്. ഇതുണ്ടോ, ഇതുപോലെ തൊടുമ്പോൾ തന്നെ നമുക്കറിയാം അത്രയ്ക്ക് സോഫ്റ്റായിട്ടാണ് നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കൂടുതൽ എളുപ്പം കയ്യിൽ പിടിച്ചിട്ട് തന്നെ പരത്തുന്നതാണ് കേട്ടോ. ഞാനിങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തിക്കല്ല് എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അടുത്ത കൊഴുക്കട്ടയുമായിട്ട് നമുക്കിതുപോലെ എല്ലാ കൊഴുക്കട്ടയും റെഡിയാക്കാം. ഇപ്പോൾ ഇതാ ഞാനിപ്പോൾ കൊഴുക്കട്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 3 എണ്ണം കുറച്ച് വലിയ കൊഴുക്കട്ടയായിട്ട് ചെയ്തു, ബാക്കിയുള്ളത് ഒരു 5 എണ്ണം ചെറിയ വലുപ്പത്തിൽ ചെയ്തു. എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തി കല്ലിൽ വെച്ച് പരത്തുമ്പോൾ എനിക്ക് ചെറിയ കൊഴുക്കട്ടയാണ് കിട്ടുക, കയ്യിൽ വെച്ച് പരത്തുമ്പോൾ സാധാരണ വലിപ്പമുള്ള കൊഴുക്കട്ടയാണ് കിട്ടുക. അങ്ങനെയാണ് ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ ഒരു സ്പൂൺ തികച്ചില്ല കേട്ടോ, ഏകദേശം 1 സ്പൂണേ ഉള്ളൂ നമ്മുടെ ശർക്കരയും തേങ്ങയും വിളയിച്ചത്. അപ്പോൾ ഇത് ഞാൻ വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതേ ഉള്ളൂ. പൊടി കുഴച്ചതൊക്കെ തീർന്നു. ഇനിയിപ്പോൾ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൊഴുക്കട്ട കുക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഞാൻ ഈ ഉണ്ടാക്കി വെച്ച കൊഴുക്കട്ട ഓരോന്നായിട്ട് വയ്ക്കുകയാണ്. ഇനി ഇതൊരു 12 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് 12 മിനിറ്റ് വയ്ക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നന്നായിട്ട് ആവി വരുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ 12 മിനിറ്റ് ഇരുന്നുണ്ടെങ്കിൽ കൊഴുക്കട്ട കറക്റ്റായിട്ട് കുക്കായി കിട്ടും. അപ്പോൾ നമ്മൾ കൊഴുക്കട്ട കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 12 മിനിറ്റ് ആയിട്ടോ. ഞാനിപ്പോൾ ഒന്ന് തുറക്കാണ്, ഒന്ന് തൊട്ട് നോക്കുക നമ്മുടെ കയ്യിൽ ഒട്ടുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഗോതമ്പൊടി ഒട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റാം. ചൂട് മാറിയിട്ട് എനിക്ക് കട്ട് ചെയ്ത് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചൂട് മാറിയിട്ട് ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഈ ഇഡ്ഡലി തട്ടിൽ നിന്ന് എടുത്ത് മാറ്റാൻ പോവാണ്. അപ്പോൾ ഇതാ നമ്മുടെ കൊഴുക്കട്ട ചൂട് കുറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഒന്ന് കട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതുണ്ടോ കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അധികം തിക്കായിട്ടല്ല നമ്മുടെ ഗോതമ്പ് മാവുള്ളത്, ചെറിയൊരു തിക്നെസ്സേ ഉള്ളൂ. ഈ മധുരത്തിനനുസരിച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തിക്നെസ്സേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും അടുത്ത ദിവസം തന്നെ, ഇന്ന് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ, ഇല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ ഗോതമ്പ് പൊടി എടുക്കുക, കൊഴുക്കട്ട ഉണ്ടാക്കുക, കഴിക്കുക. ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടമായ റെസിപ്പി ആണെങ്കിൽ കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.